Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല 4 മണി ചായക്കൊപ്പം നമുക്ക് സ്നാക്ക് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഴം ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ തോല് കറുത്തിട്ടൊക്കെയുള്ള പഴമാണെങ്കിലും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന സമയത്ത് വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴം മാത്രം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും. അരച്ചെടുക്കുന്നതുകൊണ്ട് ഇതേപോലെ കട്ടിയായിട്ടിരിക്കും കേട്ടോ. നമ്മുടെ നേന്ത്രപ്പഴം അരച്ചത് അത്യാവശ്യം നല്ല തിക്കായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ ഇതിന് വരെ ഒരു 3 ഏലക്കയോളം ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ അളവാണ് പറയുന്നത്, 1 കപ്പ് അരിപ്പൊടിയുടെ അളവാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ അളവിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു നനവിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഴയുന്നില്ലെങ്കിൽ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു കറക്റ്റിൽ അളവിൽ എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നേന്ത്രപ്പഴമൊക്കെ നമ്മുടെ കയ്യിൽ പഴുത്തിട്ട് കറുത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പക്ഷേ നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ നെയ്യ്ക്ക് പകരം ഓയിൽ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ചേർത്ത് കൊടുത്താൽ തീരെ രസം ഉണ്ടാവില്ല. അപ്പോൾ നെയ്യ് തന്നെയാണ് രസം. നെയ്യ് താല്പര്യം ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് അയഞ്ഞിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് അത്യാവശ്യം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ചെയ്തെടുക്കാനുണ്ട്. ആ സമയത്തൊക്കെ അതോടെ മാറ്റി വയ്ക്കുന്നതെന്ന് മാത്രം. പിന്നെ ഞാൻ ഒരു 4 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു പാനിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലെന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണെന്ന് അരിച്ചൊഴിക്കുന്നത്. 4 ഉണ്ട ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം മതി. കൂടുതൽ ലൂസിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം വറ്റിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിങ്ങനെ ഒരു തിള വരുമല്ലോ ഇതേപോലെ. അത് ആ സമയത്ത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തേങ്ങ ഞാനൊന്ന് ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കരപ്പാനി തേങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശർക്കര അത്യാവശ്യം വെള്ളമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പം ഇനി പുകഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറണം. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് കുറച്ചൊക്കെ ഒന്ന് അയഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കൂടി അയഞ്ഞു വരണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം കയ്യിലൊന്നാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ ഇത്രയും മതി. ഇനി നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ വാഴയില എടുത്തിട്ടുണ്ട്. ഞാനൊരു ഏകദേശം ഒരു 5 എണ്ണമൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു മാവ് ഒരു 5 എണ്ണത്തിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഉരുള എടുക്കുക, കൈയൊന്നൊരൽപ്പം നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് ഒരൽപ്പം കൈയൊന്ന് നനച്ച് കുഴച്ചപ്പോൾ തന്നെ നന്നായിട്ട് അയഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇതേപോലെ പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. കനം കുറച്ച് വാഴയില കാണുന്ന പോലെ പരത്തിയെടുത്താൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് നമുക്ക് എത്രയാണോ നമ്മുടെ തേങ്ങയും ശർക്കരയുടെ ആ മിക്സ് വേണ്ടത് അത് അത്രയും നമുക്ക് വെച്ച് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വെക്കാം. നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് നട്ട്സുകൾ എന്തെങ്കിലും പീനട്ടോ അതുപോലെ കാഷ്നട്ടോ അങ്ങനെ എന്തെങ്കിലും നട്ട്സുകളൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യുമ്പോൾ അതും കൂടി ചേർത്താലും നല്ലതാണ് കേട്ടോ. ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഈ സമയത്ത് ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കയ്യിലേക്ക് ആവി തട്ടിപ്പോളൂ, ശ്രദ്ധിക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചിട്ടുള്ളതെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പി നമുക്ക് പഴം പുഴുങ്ങിയതിന് ശേഷവും തയ്യാറാക്കി എടുക്കാം കേട്ടോ. പുഴുങ്ങിയതിന് ശേഷവും നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് അതിലേക്ക് മാവ് ചേർത്തിട്ട് അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് വയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ തന്നെ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നേന്ത്രപ്പഴവും തേങ്ങയും എല്ലാം ശർക്കരയൊക്കെ ചേർത്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഓയിലൊന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിങ്ങനെ ആവിയിൽ വരുന്ന സമയത്ത് നല്ല അടിപൊളി മണമാണ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇത് ഇലയിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.